ഹായ്, ഇന്നപ്പോൾ വേറൊരു ടോപ്പിക്ക് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇത്രയും നാൾ നമ്മൾ വരച്ചുകൊണ്ടിരുന്നത് ഭഗവാൻ കൃഷ്ണനെയും ദേവിയെയും ശിവനെയും ഒക്കെ ആയിരുന്നു. അപ്പം എനിക്കിപ്പോൾ ചെറിയൊരു ഓർഡർ വന്നിട്ടുണ്ട്, യേശുവിനെ വരയ്ക്കാനാണ്. അപ്പം ഞാൻ താമസിക്കുന്നത് കുമ്പനാടാണ്. കുമ്പനാടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ മൊത്തം ഫുൾ ഏത് കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഊഹിക്കാമല്ലോ നിങ്ങൾക്ക്. ഇനിയിപ്പം ജനുവരി ഇപ്പോൾ തുടങ്ങാൻ പോവുക, അപ്പോഴത്തേക്കും കൺവെൻഷനാകും. ഹെബ്രോൺ കൺവെൻഷൻ, കുമ്പനാട് കൺവെൻഷൻ എന്നൊക്കെ കേൾക്കും. അതിൽ IPC ഹെബ്രോൺ കൺവെൻഷൻ എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അതിന് തൊട്ടടുത്താണ് വീട്. ഞങ്ങൾ കയ്യിലെണ്ണാവുന്ന 5 വീടുകളേ ഉള്ളൂ ഹിന്ദുസായിട്ടുള്ളത്. അപ്പം ഇവിടെ എന്ത് ശാന്തിയിലും സമാധാനത്തിലുമാണ് പോകുന്നതെന്ന് കണ്ടറിയണമെന്ന് ആഗ്രഹമുള്ള താത്ത ജസ്ന സലീമിനെ ഞാൻ ക്ഷണിക്കുകയാണ്. ഇവിടെ നിന്ന് വന്ന് കണ്ടു നോക്ക്. നീ ഇവിടെ ഒന്ന് വന്ന് കണ്ടു നോക്ക്. ഇവിടെ ഒരു പരിപാടി നടക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബഹളവും ഇല്ല, വിളക്കും ഇല്ല. നിന്നെപ്പോലെ വർഗീയത ഉണ്ടാക്കാതെ അവരവരുടെ വിശ്വാസത്തെ വിശ്വസിച്ച് മുന്നോട്ട് ജീവിച്ച് പോകുന്നവരാണ്. ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിംസ് ആയിക്കോട്ടെ, ഇവിടെ ഉണ്ട് മുസ്ലിംസ്, ക്രിസ്ത്യാനികളായിക്കോട്ടെ, ഒരു കുഴപ്പവും ഇല്ലാതെ നല്ല സൂപ്പറായിട്ട് ജീവിച്ചു പോകുന്നു. അവരുടെ എന്തെങ്കിലും വിശേഷപ്പെട്ട ദിവസം വന്നാൽ ഇങ്ങോട്ട് ഓരോ വിശേഷപ്പെട്ട ഈസ്റ്ററിന് ഓരോ സാധനങ്ങളും കൊണ്ടുവരും. ക്രിസ്മസിന് അതുപോലെ തന്നെ കേക്ക് കാര്യങ്ങളെല്ലാം കൊണ്ടുവരും. ഓണത്തിനും അതുപോലെ തന്നെ ഞങ്ങൾ അങ്ങോട്ടും കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ മുസ്ലിങ്ങൾ അങ്ങോട്ടും കൊടുക്കും, ഇങ്ങോട്ടും വാങ്ങിക്കും. ഒരു ഐത്തവും ഇല്ല അതിനകത്ത്. ഹറാമാണെന്നൊക്കെയല്ലേ നീ കഴിഞ്ഞ ഒരു ഇതിനകത്ത് പറഞ്ഞത്. മീന് വാലും തലയും കൂടെ ഇട്ട് തലയടിച്ച് ചാവുക. അതിന് ശ്വാസം കിട്ടാഞ്ഞിട്ട് അത് കിടന്ന് പിടയ്ക്കുന്നതാ. തല തല്ലി ചാവുന്ന പോയിട്ട്. രാജ്യം ഏതാന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞാൽ കോഴിക്കോട്. അത് കേൾക്കുമ്പോഴേ അറിയാം എന്തുമാത്രം വിവരം ഉണ്ടെന്ന്. ഇല്ലല്ലോ. എൻ്റെ പിള്ളേർക്കുള്ള അത്രയും ബോധം പോലും ഇല്ലല്ലോ ഇവിടെ നിനക്ക്. കഷ്ടം. ഞാൻ എന്തായാലും ഒരു ഹാപ്പി ന്യൂസ് പറയാനായിട്ട് വന്നത്. ഹാപ്പി ന്യൂസ് ഒന്നല്ല, ശരിക്കും പറഞ്ഞാൽ 2 ഉണ്ട്. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുക തന്നെ ചെയ്യണ്ടേ. അതവിടെ ഇരിക്കട്ടെ. അതിപ്പം നമ്മൾ പതിയെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം യേശുവിനെ വരയ്ക്കാൻ പോകുന്നു. ഞാൻ പുതുതായിട്ട് വാങ്ങിച്ച ക്യാൻവാസിലാണ് ഇപ്പോൾ വരയ്ക്കുന്നത്. അത് ഫ്രെയിം ചെയ്യണം. പിന്നെ വെണ്ണക്കണ്ണൻ്റെ ഇരിപ്പുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അഡ്വാൻസ് ബുക്ക് ചെയ്യുക. പറിച്ച് ഉള്ളതായതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടും. കൊറിയർ സർവീസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ വിശേഷം. പിന്നെന്താ, ഞാൻ വിചാരിച്ചില്ല ഓർഡർ കിട്ടുമെന്ന്. പക്ഷേ ഞങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഇല്ലെങ്കിൽ പിന്നെ അവളെപ്പോലെ ഞാൻ വർഗീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നും പറഞ്ഞ് അവളും തുടങ്ങുമല്ലോ. പെട്ടെന്ന് ഇരിക്കുന്ന ഇരിപ്പിൽ ഞാൻ കളം മാറ്റി ചവിട്ടി എന്നും പറഞ്ഞു. ഞാൻ കുഞ്ഞുനാൾക്ക് മുതൽക്കേ ഇവിടെ വീട്ടിൽ ഇരിപ്പുണ്ട് ബൈബിളൊക്കെ. കുഞ്ഞുനാൾക്ക് മുതൽക്കേ ഹെബ്രോൺ കൺവെൻഷനിലെ ഗ്രൗണ്ടിൽ ഓടിക്കളിച്ച് നടന്നൊരു വ്യക്തിയാണ്. അവിടെ ആർക്കും ഒരു കുഴപ്പവും ഇല്ല. അവരെ അങ്ങോട്ട് ചൊറിയാൻ ചെല്ലുന്നുമില്ല, അവരിങ്ങോട്ട് ചൊറിയാൻ വരുന്നുമില്ല. വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്. അപ്പോൾ ഞാൻ വരയിലായിട്ട് പോയിട്ട് ഫസ്റ്റ് ഫോട്ടോ ഒന്ന് സെലക്ട് ചെയ്യണം. യേശുവിൻ്റെ ഒരു ഫോട്ടോയാണ് പറഞ്ഞത്.